ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡോക്യുമെൻറ്റേഷൻ യൂസിങ് എ വേർഡ് പ്രോസസ്സർ. ഒരു വേർഡ് പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാം എന്നാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. വേർഡ് പ്രോസസ്സറിൻ്റെ ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് താനും. സോഫ്റ്റ്വെയർ എന്താണെന്നും സോഫ്റ്റ്വെയർ എത്ര ടൈപ്പ് ഉണ്ടെന്നും നമുക്കറിയാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, കമ്പ്യൂട്ടറിന് നൽകുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ആണുള്ളത്. 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്. അതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ള 2 ഡിവിഷനാണ്. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം വർക്കാവാൻ അതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്കറിയാം, നമ്മുടെ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് അങ്ങനെയുള്ളതൊക്കെയാണ്. അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം വർക്കാവാൻ വേണ്ടി അത്യാവശ്യം വേണ്ട സോഫ്റ്റ്വെയർസാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ, ഒരു പ്രത്യേകം വർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ഡോക്യുമെൻറ്റേഷന് വേണ്ടി മാത്രമാവാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷന് വേണ്ടി മാത്രമാവാം, അതല്ല കാൽക്കുലേഷൻ ആവാം, പെയിൻ്റ് ആവാം, ഫോട്ടോഷോപ്പി ആവാം. അങ്ങനെ ഒരു പ്രത്യേകം വർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. അത് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ എന്ന് പറയാം. അതാണ് വർക്ക് അതിൽ. അപ്പോൾ അതിലാദ്യം നമ്മൾ പറയുന്നത് ഡോക്യുമെൻറ്റേഷനാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയാം. MS വേർഡ് നമ്മുടെ വിൻഡോസിൽ യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്. അതല്ലാതെ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ഓട്ടോമേഷനിൽ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് MS വേർഡ്. അത് ഒരിക്കലും ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. അതേസമയം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമുക്കത് ഫ്രീ ആയിട്ട് കോസ്റ്റ്ലി അല്ലാതെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഉബുണ്ടുവിൻ്റെ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാം. അതിനാണ് ഓപ്പൺ സോഴ്സ് റൈറ്റർ എന്ന് പറയുന്നത്. അതാണ്. റൈറ്റർ. അപ്പോൾ ഓപ്പൺ സോഴ്സ് റൈറ്റർ അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതേസമയം MS വേർഡ് മാത്രമല്ല ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് വേറെയും ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നാം പഠിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ MS വേർഡ്, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡ് അത് യൂസ് ചെയ്തുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത്. MS വേർഡ് മാത്രമല്ല KWord ഉണ്ട്, ABBY വേർഡ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് വേറെയും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ കോമൺ ആയിട്ട് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെൻറ്റേഷൻ, അതായത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ, ലെറ്റർ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്ത് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓഫീസ് വർക്കാണ്. അതേപോലെ കാൽക്കുലേഷൻ, അതുപോലെ പ്രസൻറ്റേഷൻ, ഇതെല്ലാം തന്നെ ഓഫീസ് വർക്കുകളായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ എന്നാണ് പറയാറ്. അതിലാദ്യം പറയുന്ന ഓഫീസ് ഓട്ടോമേഷൻ ടൂളാണ് റൈറ്റർ. മൈക്രോസോഫ്റ്റ് വേർഡായ റൈറ്ററിനെ കുറിച്ച് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയേണ്ടി വരും. ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് മുൻകാലഘട്ടങ്ങളിൽ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു മാനുവൽ വർക്കായിരുന്നു. അതായത് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പോലുള്ള
മെഷീനിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഓഫീസ് ഓട്ടോമേഷൻ. ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഓഫീസ് ഓട്ടോമേഷൻ ബിഗാൻ വിത്ത് ദ ടൈപ്പ്റൈറ്റർ ആൻഡ് ദ കോപ്പി മെഷീൻ വിച്ച് മെക്കനൈസ്ഡ് പ്രീവിയസ്ലി മാനുവൽ ടാസ്ക്. ഇതും ഒരു വ്യക്തി ചെയ്യുന്ന വർക്കായിരിക്കും. അത് കുറച്ചും കൂടി ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒറ്റവാക്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫർമേഷനെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുക, എന്നുള്ള രൂപത്തിലോട്ട് മാറ്റുക, അതാണ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മെഷീൻ ഓറിയൻറ്റഡ് എന്നാണ് അർത്ഥം. ഓട്ടോമേഷൻ അതായത് മാനുവലായിട്ടുള്ള കാര്യത്തിനെ അത് മെഷീൻ കൺവേർഷനാക്കി മാറ്റുക, ഇലക്ട്രോണിക് ആക്കി മാറ്റുക, അതാണ് ഓട്ടോമേഷൻ. ദ ടാസ്ക് ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ ഈസ് കൺവേർഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ടു ഇലക്ട്രോണിക് ഫോം. അതാണ് അതിൻ്റെ പർപ്പസ്. അടുത്ത് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ്, ഗ്രാഫിക്സ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആൻഡ് ഇമെയിൽ. ഓഫീസ് ഓട്ടോമേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് നിൽക്കുന്നത് ഇപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ കൺവേർഷൻ, ഇൻഫർമേഷനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് മാറ്റുന്ന പ്രോസസ്സ്, പിന്നെ ഗ്രാഫിക്സ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, ഇമെയിൽ, സ്പ്രെഡ്ഷീറ്റ്, ഇങ്ങനെ ഒരുപാട് വളർച്ചയിലാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഈ ഓഫീസ് ഓട്ടോമേഷൻ്റെ ടേം 1970-80 വന്നത്. പക്ഷെ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ദ ബാക്ക് ബോൺ ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ ഈസ് ദ കമ്പനീസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ശരിക്കും ഓഫീസ് ഓട്ടോമേഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കല്ല. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അധികം എല്ലാ ഓഫീസ് ഓട്ടോമേഷനും. അതുകൊണ്ടാണ് ദ ബാക്ക് ബോൺ ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ ഇസ് ദ കമ്പനീസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. Office automation refers to the varied computer machinery and software used to digitally create, collect, store, manipulate and relay office automation. അത് പല തരത്തിൽ നമുക്ക് പറയാം. ഓഫീസ് ഓട്ടോമേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയും. ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെ കമ്പ്യൂട്ടർ മെഷീനറിയിൽ സോഫ്റ്റ്വെയർ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം യൂസ് ചെയ്യാനാണ് ഓഫീസ് ഓട്ടോമേഷൻ. അതായത് ഇപ്പോൾ ഒരു വേർഡാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർഡ് പ്രോസസ്സർ നമുക്ക് ആവശ്യാനുസരണം ഡിജിറ്റലായിട്ട് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം, അത് കളക്ട് ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം, ആവശ്യാനുസരണം മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓഫീസ് ഓട്ടോമേഷൻ റെഫേഴ്സ് ടു വേറിഡ് കമ്പ്യൂട്ടർ മെഷീനറി ആൻഡ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ഡിജിറ്റലി ക്രിയേറ്റ്, കളക്ട്, സ്റ്റോർ, മാനിപ്പുലേറ്റ് ആൻഡ് റിലേ ഓഫീസ് ഓട്ടോമേഷൻ നീഡഡ് ഫോർ അക്കംപ്ലിഷിംഗ് ബേസിക് ടാസ്ക്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റോ ഡാറ്റ സ്റ്റോറേജ്, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ബിസിനസ് ഇൻഫർമേഷൻ കംപ്രൈസസ് ദ ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം. ഈ ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ശരിക്കും ഓഫീസ് ഓട്ടോമേഷൻ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അതൊരു റോ ഡാറ്റ സ്റ്റോറേജ്, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ബിസിനസ് ഇൻഫർമേഷൻ എന്തും ആവാം. അപ്പോൾ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓട്ടോമേഷൻ എന്താണെന്ന് നമുക്ക് പല രീതിയിൽ പറയാം. ഏതെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കുക. ഒന്ന് തന്നെയാണ് അത് പല രീതിയിലായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫീസ് ഓട്ടോമേഷൻ എന്ന് ഒറ്റ സിമ്പിളായിട്ട് പറയുന്നത് ഒരു ഫയലിനെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് കളക്ട് ചെയ്യലാവാം, സ്റ്റോർ ചെയ്യലാവാം, ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. മാനിപ്പുലേറ്റ് പറയുമ്പോൾ അതിൽ അപ്ഡേഷൻ പെട്ടു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം അറിയാനുള്ളത് ഡോക്യുമെൻറ്റേഷനെ കുറിച്ചിട്ടാണ്. ഹൗ സ്റ്റാർട്ട് എ വേർഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ്. അത് ഞാൻ പറഞ്ഞു. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ MS വേർഡാണ്. എങ്ങനെയാണ് ഒരു വേർഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ ആണ് എൻ യൂസർ എന്ന് പറയുന്നത്, യൂസർ. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ഒരു വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ. സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാൽ
താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ആ വിൻഡോ വരിക. ആ വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ട് ബട്ടണിൻ്റെ അവിടെ നിന്നൊരു മെനു കാണാൻ കഴിയും. അതിൽ നിന്നും ഓൾ പ്രോഗ്രാംസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൾ പ്രോഗ്രാംസ് ഐക്കൺ ഫ്രം ദ മെനു. ആ മെനുവിൽ നിന്നും ഓൾ പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ആ ഓൾ പ്രോഗ്രാംസ് എന്നുള്ളത് വരിക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെനു ലിസ്റ്റ് വരും. ഇങ്ങനെ വരുന്ന ഈ മെനു ലിസ്റ്റിൽ ഓൾ പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന അടുത്ത സബ് മെനുവിൽ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ് മെനു സ്റ്റാർട്ടിൻ്റെ മെനു ആണ്. മെനുവിൽ നിന്നാണ് ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഓൾ പ്രോഗ്രാംസിൽ പോയി കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ സബ് മെനു വരും. ഓൾ പ്രോഗ്രാംസിൻ്റെ സബ് മെനു വരും. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതെല്ലാം ചിലതിൽ ഡയറക്റ്റ് കാണുന്നില്ലെങ്കിൽ ആക്സസറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അങ്ങനെയും പോകാം. ബാക്കി ഒരുവിധ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്യുന്നതാണ് എങ്കിൽ ഡയറക്റ്റായിട്ട് ഓൾ പ്രോഗ്രാംസിൽ പോയാൽ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് കാണാൻ കഴിയും. അല്ല എങ്കിൽ ഓൾ പ്രോഗ്രാംസിൽ പോയിട്ട് ആക്സസറീസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ക്ലിക്ക് ചെയ്യണം. ആ ഒരു സബ് മെനു ഇങ്ങനെയാണ് വരിക. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യുക. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂളുകളെല്ലാം തന്നെ വരും. വേർഡ് വരും, എക്സൽ വരും, പവർ പോയിൻറ്റ് വരും, ഔട്ട്ലുക്ക് വരും. അതിലേതൊക്കെയുണ്ടോ അതെല്ലാം വരും. അതിൽ നമുക്ക് വേണ്ടത് വേർഡ് ആയതുകൊണ്ട് വേർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ സെർച്ച് ദ മൈക്രോസോഫ്റ്റ് വേർഡ് ഫ്രം ദ സബ് മെനു. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ മൈക്രോസോഫ്റ്റ് വേർഡ് സെർച്ച് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കിട്ടും. അതിൽ വേർഡ് ഉണ്ട്, പവർ പോയിൻ്റ് ഉണ്ട്, പബ്ലിഷ് ഉണ്ട്, ഔട്ട്ലുക്ക് ഉണ്ട്, എക്സൽ ഉണ്ട്, ആക്സസ് ഉണ്ട്. അതിൽ നമ്മൾ വേർഡ് മാത്രം ക്ലിക്ക് ചെയ്യുക. വേർഡാണ് ഈ നിൽക്കുന്നത്. ഈ വേർഡ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നാം വേർഡിലോട്ട് പോവേണ്ടത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒരു വേർഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലിക്ക് സ്റ്റാർട്ട് ബട്ടൺ ഫസ്റ്റ്. ദെൻ ക്ലിക്ക് ഓൾ പ്രോഗ്രാംസ് ഫ്രം ദ സ്റ്റാർട്ട് മെനു. Then click Microsoft Office from the sub menu. Then click Microsoft Word from the Microsoft Office. ഇങ്ങനെയാണ് നമ്മൾ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെ ഒരു പേജായിരിക്കും. ഇതാണ് വേർഡിൻ്റെ പേജ്. നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇതാണ് വേർഡിൻ്റെ പേജ്. ഇതിലുള്ള ഓരോന്ന് പേരുകളാണ്. ആ ഫയൽ എന്ന് കാണുന്ന അവിടെ അതിന് പറയുക ഫയൽ ടാബ് എന്നാണ്. ഏറ്റവും മുകളിൽ കാണുന്ന നീല ഐക്കണിൽ വരുന്ന ആ ഭാഗത്തിന് പറഞ്ഞാൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയും. അതിന് തൊട്ട് താഴെ വരുന്ന അതിന് പറയുന്ന പേരാണ് റിബൺ. പിന്നെ അതിന് മുകളിലായിട്ട് ഈ പേജിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ച ഡോക്യുമെൻറ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ്. അതായത് നമ്മൾ സേവ് ചെയ്യാത്തൊരു പേജ് ആയതുകൊണ്ടാണ് ഡോക്യുമെൻറ്റ് 1 എന്ന് വന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അതിന് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് വന്നത്. അതിന് ആ ഭാഗത്തിന് പറഞ്ഞാൽ ടൈറ്റിൽ ബാർ. പിന്നെ ഇവിടെ സ്കെയിലുകൾ അങ്ങോട്ട് കൊണ്ട് നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇതിനെ പറയുക റൂളർ എന്ന് പറയും. നമുക്ക് ഹെൽപ്പ് കുറേ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ക്വസ്റ്റ്യൻ മാർക്ക് രൂപത്തിൽ കാണുന്നതാണ് ഹെൽപ്പ്. പിന്നെ ഈ താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഇവിടെ എത്ര പേജ് ഉണ്ടെന്നും വേർഡ്സ് ഉണ്ടെന്നും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് സ്റ്റാറ്റസ്. നമ്മുടെ ആ ഒരു വേർഡിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റും. വ്യൂ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രൂപത്തിൽ ഡോക്യുമെൻ്റ് കാണാൻ വ്യൂ ചെയ്യാൻ ഉള്ളതാണ്. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ഏരിയ. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഡയലോഗ് ബോക്സുകളാണ്. ഡയലോഗ് ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള
അതിനോട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് പറഞ്ഞ ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന്. പിന്നെ പേജ് വലുതാക്കി ചെറുതാക്കിയും കാണാൻ യൂസ് ചെയ്യുന്നതാണ് സൂം കൺട്രോള്. പിന്നെ ഇത് എന്ന് പറഞ്ഞ സ്ക്രോൾ ബാറാണ്. സ്ക്രോൾ ബാർ പറഞ്ഞാൽ നമുക്ക് താഴത്ത് മുകളിലേക്ക് ചെയ്ത് താഴത്തിനനുസരിച്ച് അടുത്തടുത്ത പേജ് കാണാൻ കഴിയും. ഇത്രയും ഭാഗങ്ങളുള്ള ഓരോ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫയൽ ടാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും ഓൾറെഡി ഉള്ളതിനെ ചേഞ്ച് വരുത്താനെല്ലാം കഴിയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. ഓരോന്നും പറയുന്നുണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, റിബൺ, ടൈറ്റിൽ ബാർ, റൂളർ, ഹെൽപ്പ്, വ്യൂ ബട്ടൺസ്, സ്റ്റാറ്റസ് ബാർ, ഡയലോഗ് ബോക്സ് ലോഞ്ചർ, സ്ക്രോൾ ബാർ, സൂം കൺട്രോളർ, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.